എന്ന് തുടങ്ങി നിനക്ക് ഈ ശീലമൊക്കെ? കുറച്ച് കാലമായി നിന്റെ റൂമിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് നിനക്കെന്താ? നിന്റെ ഔദാര്യത്തിലൊന്നല്ലല്ലോ ഞാൻ ജീവിക്കണേ. ഇതിനെ നീ വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അച്ഛൻ കൂടെ വരട്ടെ, പറഞ്ഞു കൊടുക്കണ്ട. നീ അച്ഛനോടോ ആരോടോ അച്ഛൻ പറഞ്ഞു. എനിക്കറിയാം എങ്ങനെ ജീവിക്കണം. എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. സാറാണല്ലോ വിളിക്കുന്നത്. ഹലോ. ഹലോ, എന്തൊക്കെ ഇതിനെ സുഖാണോ? ആ സുഖമാണ് സാർ. എന്തായി കാര്യങ്ങളൊക്കെ? അച്ഛനോട് സംസാരിച്ചോ? മീൻ എന്താ പറഞ്ഞേ? ഞാൻ അച്ഛനോട് സംസാരിച്ചു സാർ. പക്ഷേ ചേച്ചിക്ക് താല്പര്യമില്ല എന്നാ പറഞ്ഞത്. ഓ അങ്ങനെയാണോ? എന്നാ നീ ആ റോളങ്ങ് മറന്നേക്ക്. ഇനി ചാൻസ് റോൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കാൻ നിൽക്കണ്ട. ഹലോ സാർ. ഹലോ ഹലോ ഹലോ. എന്താ ഒരു സൗണ്ട് കേട്ട്? എന്റെ ഫ്യൂച്ചറെ പറ്റി ഇവിടെ ആർക്കും ടെൻഷൻ ഇല്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ കാര്യം. എന്നെ നോക്കാൻ ഇവിടെ ആരുമില്ല. അതിനിപ്പോ ഇവിടെ എന്തൊരു ഇതിനും ഉണ്ടായേ? മിണ്ടരുത്. നീയാണ് കാരണം. ഇവിടെ വന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. ഞാൻ പിടിക്കെങ്കിലും ഇറങ്ങിപ്പോവും. എന്താ മോളെ, എന്താ നമുക്ക് പറ്റി? എനിക്കറിയില്ല അച്ഛാ. ഇപ്പൊ നേരത്തെ അവൻ റൂമിൽ നിന്ന് ഒരു സിഗരറ്റ് ഇട്ടിപ്പോ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായി. ഇപ്പൊ അതാണോ എന്തോ. മോനെ, നിനക്കിപ്പോൾ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. നിന്റെ അമ്മ മരിക്കുന്നത് വരെ പറയായിരുന്നു നിന്റെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കൊക്കെ കൂടെ നിൽക്കണം. നീ ഒരു നല്ല നിലയിലെത്തി കാണാൻ ആ പാവ ഒരുപാട് ആഗ്രഹിച്ചു. എൻ്റെ മോൻ്റെ ആഗ്രഹം എന്താണേലും അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം. എൻ്റെ കണ്ണടയും മുമ്പെങ്കിലും നീ ഒരു നല്ല നിലയിലെത്തി കാണണം. പിന്നെ നിന്റെ ചേച്ചി, അവളൊരു പാവാണ്. അവളെ നീ നല്ല നോക്കണം. അവൾക്ക് നീ മാത്രമാണ്.